അജിംസ് മാസങ്ങൾക്ക് ശേഷം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ആ യോഗം തുടങ്ങുമ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ബഹളമായിരുന്നു ഉണ്ടായിരുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയത്. ഇതിന് പ്രധാന കാരണം അത് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ എന്തിന് യോഗത്തിൽ പങ്കെടുക്കുന്നു, ആരാണ് ഇവർക്ക് ചുമതല നൽകിയത് എന്നുള്ള ചോദ്യമാണ് ഇടതുപക്ഷ അംഗങ്ങൾ നിലവിൽ ഉന്നയിച്ചത്. ആ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു. ഇതിനുശേഷമാണ് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഇവരെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പകരം ചുമതല മിനി കാപ്പൻ കഴിഞ്ഞ കുറേ ദിവസമായി മാസങ്ങളായി വൈസ് ചാൻസലർ നൽകിയ ചുമതല നിർവഹിച്ചു വരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം സിൻഡിക്കേറ്റിന്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അതിന് വഴങ്ങിക്കൊണ്ട് രജിസ്ട്രാർ ഇൻചാർജ് ചുമതലയിൽ നിന്ന് നിലവിൽ മിനി കാപ്പനെ മാറ്റുകയും പകരം കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർ ആർ രശ്മിക്ക് ചുമതല നൽകാനുള്ള തീരുമാനം അറിയിക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബഹളം അവസാനിപ്പിക്കുകയും തുടർന്ന് മറ്റ് അജണ്ടകളിലേക്ക് ചർച്ച തുടരുകയും ചെയ്തിട്ടുണ്ട്. നിരവധി അജണ്ടകൾ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അജണ്ടയായി വരുന്നുണ്ട്. അതിൽ പല ചർച്ചകളും നടക്കാനുണ്ട്. അതിൽ പ്രധാനമായും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ സർവകലാശാലയുടെ നാക് അക്രഡിറ്റേഷൻ വിഷയത്തിലുള്ള വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവ സിൻഡിക്കേറ്റിന്റെ അജണ്ടയാണ്. അതുകൊണ്ട് തന്നെ ആ ചർച്ചയിലേക്ക് നിലവിൽ സിൻഡിക്കേറ്റ് യോഗം കടന്നിട്ടുണ്ട്. എന്തായാലും കുറെ കാലമായി തുടരുന്ന ഭരണ പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണം വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സിൻഡിക്കേറ്റിന്റെ നടപടികളെ ചോദ്യം ചെയ്ത് മിനി കാപ്പന് രജിസ്ട്രാർ ഇൻചാർജ് ചുമതല നൽകിയതായിരുന്നു. കെ എസ് അനിൽകുമാർ ഹൈക്കോടതിയിൽ പോവുകയും കെ എസ് അനിൽകുമാറിനെ ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് VC സസ്പെൻഡ് ചെയ്തത് തുടർന്നാണ് കെ എസ് അനിൽകുമാർ ഹൈക്കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ആണ് രജിസ്ട്രാറിന്റെ ചുമതല നിലവിൽ മിനി കാപ്പന് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വൈസ് ചാൻസലർ കൈക്കൊള്ളുകയും ചെയ്തത്. പക്ഷേ ഈ ജീവനക്കാർക്ക് ഉൾപ്പെടെ സിൻഡിക്കേറ്റ് കർശനമായ നിർദ്ദേശം നൽകിയതിന്റെ ഭാഗമായി പല ഫയലുകളും മിനി കാപ്പൻ വഴി VCക്ക് എത്താത്ത സാഹചര്യം നിലനിന്നിരുന്നു. ഒപ്പം തന്നെ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് ഫയലുകൾ നൽകരുത് എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ രജിസ്ട്രാറിനെ സർവകലാശാലയിൽ കയറ്റരുത് എന്നുള്ള അത്തരം നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ VC ഉദ്യോഗസ്ഥർക്ക് നൽകിയെങ്കിലും അത് നടപ്പിലാകാത്ത സാഹചര്യം ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കാണ് മേൽക്കൈ സിൻഡിക്കേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ചർച്ചകളിലേക്ക് അജണ്ടകളിലേക്ക് സിൻഡിക്കേറ്റ് യോഗം കടന്നതോടുകൂടി അക്കാര്യത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിക്കുന്ന നിലയിൽ ഉള്ള തീരുമാനങ്ങൾ സിൻഡിക്കേറ്റിൽ ഉണ്ടാകാൻ തന്നെയാണ് നിലവിൽ സാഹചര്യം ഒരുങ്ങുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ പിടിവാശി സിൻഡിക്കേറ്റും ഒപ്പം തന്നെ വൈസ് ചാൻസലറും കുറെ മാസങ്ങളായി തുടരുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ഭരണ പ്രതിസന്ധി ഉൾപ്പെടെ സർവകലാശാലയിൽ വിജിൻ, ഞാൻ വരാം. സഞ്ജീവ്, ഇത് SFIയുടെയും മറ്റ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി ഉണ്ടായ തീരുമാനമാണ്. തീർച്ചയായും കേവലം ഏതെങ്കിലും ഒരു കക്ഷികളുടെ മാത്രം പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉള്ള ഒരു കാര്യമല്ല, ന്യായമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ ന്യായമായ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തി ഇതിന് പ്രതിഷേധം ഉയർന്നു വന്നു എന്നുള്ളത് മാത്രം അതൊരു ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായി വന്നതാണ്. ഒരു നാടിന്റെ പ്രശ്നമായി ആളുകൾ കണ്ടു എന്നുള്ളതാണ്. കാരണം പൊതുവിൽ വിദ്യാഭ്യാസ മേഖലയിൽ യൂണിവേഴ്സിറ്റി, ഈ നാട്ടിലെ ആൾക്കാർ പഠിക്കുന്ന സ്ഥാപനത്തെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ തുണിത്തിൽ കൊണ്ടുപോയി കെട്ടാനുള്ള ശ്രമം ഇവിടുത്തെ ഗവർണറും അതോടൊപ്പം അതിനെ കൂട്ടുനിൽക്കുന്ന വൈസ് ചാൻസലർമാരും നടത്തിയപ്പോൾ അവിടെ സ്വാഭാവികമായോ പ്രതിഷേധം വരുന്നു. ആ പ്രതിഷേധത്തിന് മുന്നിൽ അവർ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഇത് കാണുന്നത്. ശരി, നന്ദി സഞ്ജീവ്. ഈ വാർത്തയോട് പ്രതികരിച്ചത് എന്തായാലും വളരെ നിർണായകമായ നീക്കമാണ്. മിനി കാപ്പനെ മാറ്റിക്കൊണ്ട് ഡോക്ടർ രശ്മിക്ക് പകരം ചുമതല നൽകിയിരിക്കുന്നു. സിൻഡിക്കേറ്റിന്റെ ആവശ്യപ്രകാരമാണ് ഈ തീരുമാനം. വിജിൻ വായനോട് വീണ്ടും ചേരുന്നു. വിജിൻ, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ ഉണ്ടായ തീരുമാനം എന്ത് മാറ്റമുണ്ടാക്കും? അജിംസ്, എന്തായാലും ഇക്കാര്യത്തിൽ അവസാനം VCക്ക് സിൻഡിക്കേറ്റിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു. സിൻഡിക്കേറ്റ് എടുത്ത നിലപാടിന് അതിനുള്ള അംഗീകാരമായിട്ടാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലവിൽ മിനി കാപ്പനെ മാറ്റാനുള്ള തീരുമാനത്തെ കാണുന്നത്. കാരണം രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട കേസ്, KS അനിൽകുമാറുമായി ബന്ധപ്പെട്ട ഹർജി നിലവിൽ ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അതിന് വിധി അല്പ ദിവസങ്ങൾക്കകം തന്നെ വരാനിരിക്കുകയും ചെയ്യുന്നുണ്ട്. വാദങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. സിൻഡിക്കേറ്റ് ആദ്യഘട്ടത്തിൽ തന്നെ നിലപാടെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാറെ സിൻഡിക്കേറ്റിന്റെ അനുമതിയില്ലാതെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തത് എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു സിൻഡിക്കേറ്റ് ഉയർത്തുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു പിന്നീട് ഉയർന്ന ഭരണപ്രതിസന്ധികൾ ഒക്കെയും ഉണ്ടാവുകയും ചെയ്തത്. അതിനിടയിലാണ് ഇൻചാർജ് ചുമതല മിനി കാപ്പന് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ നൽകുന്നത്. നമുക്കറിയാം, മോഹനൻ കുന്നുമ്മൽ രാജ്ഭവനുമായി ഒക്കെ ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളാണ്. ഗവർണറുമായി ഒക്കെ കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ സ്വാഭാവികമായും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നു. അദ്ദേഹത്തിന്റെ
നിലപാടിൽ വിട്ടുവീഴ്ച വരുത്തുന്നു എന്നുള്ളത് സ്വാഭാവികമായും നിയമപരമായി എന്തായാലും ഇക്കാര്യത്തിൽ നിയമപരമായും രാഷ്ട്രീയപരമായും ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന് സ്വാഭാവികമായും ഭരണ ഗവർണർ രാജ്ഭവൻ നേതൃത്വങ്ങൾ തമ്മിൽ വലിയ തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഇടത് സിൻഡിക്കേറ്റിന്റെ വിജയമായി സർക്കാരിന്റെ വിജയമായി തന്നെ കാണാൻ കഴിയും. കാരണം ഒരുപാട് തവണ സമവായ നീക്കം ഉൾപ്പെടെ സർക്കാർ നേരിട്ട് നടത്തിയിട്ടും ഒരു തരത്തിലും വഴങ്ങാൻ മോഹനൻ കുന്നുമ്മൽ തയ്യാറായിരുന്നില്ല. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മിനി കാപ്പനെ ചുമതലയിൽ നിന്നെന്തായാലും VC ഇപ്പോൾ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. അജിംസ്. ശരി, വിജിൻ വായത്തോടാണ് വിവരങ്ങൾ.